നാദേന്ദ്രിയം. രചന ദക്ഷ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. 10 മണിയോടടുപ്പിച്ച് അവർ അട്ടപ്പാടിയിൽ എത്തിച്ചേർന്നിരുന്നു. വീട്ടിലേക്കുള്ള വഴിയിലേക്ക് കടക്കുന്നതിന് മുന്നേയുള്ള പ്രധാന കവാടം കഴിഞ്ഞ് വണ്ടി മുന്നോട്ട് നീങ്ങുമ്പോൾ അവൾ കണ്ടു കഴിഞ്ഞ പ്രാവശ്യത്തെ അതേ ചിരിയോടെ തങ്ങളെ വരവേൽക്കുന്ന ചിന്നനെ. എന്നാൽ ഈ പ്രാവശ്യം അത് അവളിൽ അസ്വസ്ഥത നിറച്ചില്ല. അവന് മുന്നിൽ കാണുമ്പോഴെല്ലാം എപ്പോഴും ഒരു അസഹിഷ്ണുതയോടെ അവനിൽ നിന്ന് ദൃഷ്ടി പറിച്ചു മാറ്റുന്ന അവളുടെ കണ്ണുകൾ അന്ന് ആദ്യമായി അവന് നേർക്ക് കൂർത്തു. ഇയാളെന്തിനാ എപ്പോഴും ഇങ്ങനെ കൂടെ കൊണ്ടു കിടക്കുന്നേ? ആൾ കാറിന്റെ സൈഡ് മിററിലൂടെ കാണുന്ന ചിന്നയിൽ നിന്ന് കണ്ണുകൾ മാറ്റാതെ ഈർഷ്യയോടെ പറഞ്ഞതും മുന്നിലേക്ക് നോക്കി വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നവന്റെ ശ്രദ്ധ അവളിലേക്കൊന്ന് പാളി വീണു. എന്താ? വീട്ടുമുറ്റത്തേക്ക് വണ്ടി നിർത്തിക്കൊണ്ട് അവൻ അവളോട് തിരക്കി. അപ്പോഴേക്കും പതിയെ പോലെ ചിന്നൻ കാർ ഗ്ലാസിനരികിൽ പ്രത്യക്ഷനായിരുന്നു. ഒന്നുമില്ല, ദേ വലങ്കൈ അക്ഷമയോടെ നോക്കി നിൽക്കുന്നു. ആൾ പറയുന്നതിനൊപ്പം കാർ ഡോറൊന്ന് പുറത്തേക്ക് ഇറങ്ങി. ഓ, ഇതായിരുന്നു. ഇതുവരെ തീർന്നില്ലേ? മുഖം വീർപ്പിച്ച് പറഞ്ഞുകൊണ്ടുള്ള അവിടെ ഇറങ്ങിപ്പോക്കാണ് ഇന്ദ്രനെ ഒരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. എപ്പടി ഇരിക്കീങ്ക തമ്പ്ര നീങ്ക? പുറത്തേക്ക് ഇറങ്ങിയ ഇന്ദ്രനെ വരവേറ്റത് എപ്പോഴത്തെയും പോലെയുള്ള അവന്റെ ആ ചോദ്യമാണ്. ഇതുവരെ എല്ലാം നന്നായി തന്നെയായിരുന്നിരുന്നത്. ഇനി എന്താവുമെന്ന് കണ്ടറിയേണ്ടി വരും. നീ ആ സാധനങ്ങളൊക്കെ എടുത്ത് അകത്തേക്ക് വെക്ക്. ആദ്യം തന്നെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്നവനോട് അലസമായി പറഞ്ഞുകൊണ്ട് ഉമ്രവാദിൽ ലക്ഷ്യം വെച്ച് നടന്നു. വീടിനകത്തേക്ക് കയറി ഇന്ദ്രൻ കാണുന്നത് അവിടെ ആകമാനം കണ്ണോടിച്ച് നിൽക്കുന്ന നീലിയാണ്. എന്താണ് നീ നോക്കുന്നേ? ആൾക്കടുത്തേക്ക് വന്നുകൊണ്ട് ഇന്ദ്രൻ ചോദിച്ചു. നിങ്ങളുടെ വലങ്കൈ പ്രാവശ്യം വല്ല പുലിയെ ഇതിനകത്തേക്ക് കയറ്റി ഒളിപ്പിച്ചിട്ടുണ്ടോ എന്ന് നോക്കിയതാ ഞാൻ. കഴിഞ്ഞ തവണത്തെ പോലെ എല്ലാ പ്രാവശ്യം പേടിച്ച് വിളിക്കാൻ എനിക്ക് വയ്യാഞ്ഞിട്ടാ. ആൾ അവനോടായി പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെയും പൊതിഞ്ഞു പിടിച്ച് മുകളിലേക്കുള്ള പടികൾ ഓരോന്നായി കയറി തുടങ്ങി. ഈ കുരിപ്പ്! ആളുടെ ആ കളിയാക്കിക്കൊണ്ടുള്ള പറച്ചിൽ കേട്ടതും ഇന്ദ്രന്റെ കണ്ണുകൾ അവൾക്ക് നേരെ ഒന്ന് കൂർക്കുന്നതിനൊപ്പം ചുണ്ടുകൾ അത്രയും മൃദുവായി ഒന്ന് മൊഴിഞ്ഞു. വരണില്ലേ? മുകളിലെത്തിയതും അവൾ വിളിച്ചു ചോദിച്ചു. എനിക്കൊരിടം വരെ പോകാനുണ്ട്, ഞാൻ പോയിട്ട് വരാം. അവൻ അവളോടായി വിളിച്ചു പറഞ്ഞുകൊണ്ട് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. വന്ന് കയറിയില്ല, അപ്പോഴേക്കും വാലു തീ പിടിച്ച് ഓടാൻ തുടങ്ങി സിംഹരാജൻ. അവൻ പോയ വഴിയെ നോക്കിയൊന്ന് ചുണ്ടുകൂർപ്പിച്ച് പറഞ്ഞ ശേഷം അവൾ കുഞ്ഞുമായി തങ്ങളുടെ മുറിയിലേക്ക് കയറി കഥകടച്ചു. നാളുകൾക്ക് ശേഷം നാൽപ്പാട്ട് തറവാട്ടിലേക്ക് ഒരു എത്തിനോട്ടം നടത്തുമ്പോൾ നന്ദിനിക്ക് മുമ്പിൽ ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: അനന്തരമായിട്ടുള്ള ബന്ധത്തിൽ നിന്നൊരു മോചനം. ആ ലക്ഷ്യത്തോടെ അവൾ ഉമ്മറപ്പടിയിലേക്ക് കാലെടുത്തു വെച്ചു. ജിത്തു ബാംഗ്ലൂരിലേക്ക് തിരിച്ചു പോയതിൽ പിന്നെ ഒരൊറ്റപ്പെട്ട ജീവിതമാണ് അവരുടേത്. സ്വന്തം വീടാണെങ്കിൽ കൂടി അവിടെയും സമാധാനം എന്ന് അവർക്ക് അന്യമായി തീർന്നു. അതിൽ പ്രധാന പങ്കുവഹിച്ച് അവിടെയുള്ളവരുള്ള അവരുടെ പെരുമാറ്റം തന്നെയാണെന്ന് പറയാം. ജിത്തു ബാംഗ്ലൂരിലേക്ക് പോകുമ്പോൾ കൂടെ വിളിച്ചെങ്കിലും അവനുള്ള വാശിയില്ലെന്ന് അവർക്ക് അവനൊപ്പം പോകാൻ തോന്നിയില്ല. പക്ഷെ ഇന്ന് അവസ്ഥ നേരെ മറിച്ചാണ്. അവനൊന്ന് തന്നെ വിളിച്ചിരുന്നെങ്കിലെന്ന് അവർ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട്. അത്രയ്ക്ക് ഇപ്പോഴുള്ള ജീവിതം അവരെ മടുപ്പിച്ച് തുടങ്ങിയിരുന്നു. കോളിംഗ് ബെല്ലിൽ വിരലമർത്തി വാതിൽ തുറക്കുന്ന കാത്തു നിൽക്കുന്നവർക്കുള്ളിൽ നിറഞ്ഞു നിന്ന അത്രയും സ്വന്തം വീട്ടിൽ അവർ അനുഭവിച്ച യാതനകളായിരുന്നു. വാതിൽ തുറക്കുന്ന ശബ്ദമാണ് അവരെ കഴിഞ്ഞു പോയതിൽ നിന്നെല്ലാം തിരികെ എത്തിച്ച്. നീ ഏതാ? തനിക്ക് മുമ്പിൽ നിൽക്കുന്ന പരിചയമില്ലാത്ത മുഖം കാണെ നന്ദകി അവരെ മുഖം ചുളിച്ച് നോക്കി. ആരാ? മനസ്സിലായില്ല. അവർ നന്ദകിയുടെ ആ ചോദ്യത്തെ പാടാവണിച്ചുകൊണ്ട് അല്പം ഗൗരവം കലർത്തി ചോദിച്ചു. അയ്യോ കുഞ്ഞെന്താ അവിടെ നിന്നളഞ്ഞ്? മായി അങ്ങ് മാറിക്കൊടുക്ക്, അത് ചെറിയ തമ്പുരാട്ടിയാ. അങ്ങോട്ട് വന്നിട്ടുള്ള ജോലിക്കാരിയുടെ വാക്ക് കേട്ടതും അവർ നന്ദയ്ക്ക് അകത്തേക്ക് കയറാനായി വഴിയൊഴിഞ്ഞു കൊടുത്തു. ആരാ ഇത്? അകത്തേക്ക് കയറുന്ന കൂട്ടത്തിൽ നന്ദകി അവരെ നോക്കി ചോദിച്ചു. ഇത് മായ, ഇല്ലത്തമ്മയെ നോക്കാമെന്ന ഹോം നേഴ്സാ. അവർ പറഞ്ഞു. നന്ദകിയുടെ മുഖമൊന്ന് ചുളിഞ്ഞു. ഹോം നേഴ്സോ? അതിന് അവർക്കെന്താ വയ്യായിക? അവർ ചോദിച്ചുകൊണ്ട് ഗോവണി ലക്ഷ്യം വെച്ച് നടന്നു. വല്യമ്പുരാടിക്ക് തീരെ വയ്യ കുഞ്ഞെ, കിടന്ന കിടപ്പാള്. ആദ്യമൊന്നും ഇത്ര പ്രശ്നമില്ലായിരുന്നു, ഇപ്പൊ 2 ദിവസമായിട്ടാ ഇങ്ങനെ. അവർ കാര്യം വ്യക്തമാക്കി. ഇവിടെയുള്ളവരൊക്കെ എവിടെ? അവരുടെ ശബ്ദത്തിൽ പുച്ഛം കലർന്നിരുന്നു. വല്യങ്കുന്നും അനന്തംകുഞ്ഞും കൂടി ദൂരയാത്ര പോയിരിക്കുക. ഏതോ തീർത്ഥാടനം മറ്റാണെന്നാ നീലിക്കുഞ്ഞ് പറഞ്ഞു. പിന്നെ ഇന്ദ്രൻകുഞ്ഞും നീലിമോളും കൂടി അട്ടപ്പാടിയിലേക്ക് പോയി. ഇനി അടുത്തൊന്നൊരു തിരിച്ചുവരവ് ഉണ്ടാവില്ല പോലും. മിക്കവാറും അവരവിടെ തന്നെ കൂടുന്ന കുഞ്ഞ് പറഞ്ഞത്. അവരുടെ സംസാരം കേട്ടതും നേരത്തെ അവരിലുണ്ടായിരുന്ന സംശയത്തിന്റെ നിഴലുകൾക്ക് തെളിച്ചമേറി. കുഞ്ഞ് ചിത്തുമോന്റെ കൂടെ പോയിരിക്കുന്ന ഞാൻ കരുതിയത്. കുഞ്ഞിവിടെ ഉണ്ടാവുന്ന അറിഞ്ഞിരുന്നെങ്കിൽ തമ്പുരാൻ കുഞ്ഞ് ഇതൊന്നും എന്നെ ഏൽപ്പിച്ച് പോവില്ലായിരുന്നു. അവരുടെ ആ വർത്തമാനം കേട്ടതും അതുവരെ നന്ദകിയുടെ മുഖത്തുണ്ടാവാതിരുന്ന ദേഷ്യം പെട്ടെന്ന് കടന്നുകൂടി. അകത്തി കിടക്കുന്ന ആ തള്ളയെ നോക്കാനല്ല ഞാൻ ഇവിടെ കെട്ടിയെടുത്ത് എന്നേക്കുമായി പടിയിറങ്ങി പോവാനാ. ഇതൊന്നും ഇവിടെയുള്ളവർ പറഞ്ഞിട്ട് പോകണമെന്ന് തോന്നി, അതുകൊണ്ട് വന്നാ ഞാൻ. എല്ലാവരും കൂടി എന്റെ പെടലിലേക്ക് എടുത്ത് വെച്ച് തന്ന ചുമട് ഇനി മുതൽ അങ്ങോട്ട് ഞാൻ ചുമക്കുന്നില്ലെന്ന് തന്നെ തീരുമാനിച്ചു. അത് ഇവിടെ തന്നെ അഴിച്ചു വെച്ചിട്ട് എന്നേക്കുമായിട്ട് പടിയിറങ്ങി പോവാ ഈ നന്ദകി. തന്റെ കഴുത്തിൽ കിടക്കുന്ന താലിമാല ഊരി സൗദാമിനിയുടെ മുറിക്കുള്ളിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ടുള്ള അവിടെ ആ പറച്ചിൽ കേട്ടതും അവരെ നോയിക്കൊണ്ടിരുന്ന 2 ജോഡി കണ്ണുകളൊന്നും ഞെട്ടാതിരുന്നില്ല. എന്നാൽ അവിടെ ആ സംസാരം എല്ലാം കേട്ടുകൊണ്ട് കട്ടിൽ കിടന്ന് കണ്ണുനീർ വാർക്കാൻ മാത്രമേ സൗദാമിനിക്ക് ആയുള്ളൂ. അവർക്കുള്ളിൽ അന്ന് ആദ്യമായി നന്ദകി എന്ന പെണ്ണിനോട് അനുകമ്പ തോന്നി. അവരെക്കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം മഹാഭാരതത്തിലെ അമ്പയെയാണ് അവർക്ക് ഓർമ്മ വന്നത്. ഒരാളെ പ്രണയിച്ചതിന്റെ പേരിൽ സ്വന്തം ജീവിതം തന്നെ ഒരു ഹോമകുണ്ടത്തിലിട്ട് എരിച്ചു കളയേണ്ടി വന്ന സ്ത്രീ. ആ പ്രതികാരാഗ്നിയാണ് ഇത്ര നാളും അവളിവിടെ പിടിച്ചു വെച്ചതെന്ന് തോന്നി സൗദാമിനിക്ക്.
എന്നാൽ ഇന്ന് ആ പ്രതികാരം ഏറ്റുവാങ്ങാനായി ആരും ജീവനോടെ ഇല്ലെന്ന തിരിച്ചറിവ് അവളിൽ വന്നു കാണണം. അതായിരിക്കണം അവളുടെ ഈ പെട്ടെന്നുള്ള ഭാവപ്പറിച്ച് കാരണമെന്ന് അവർക്ക് തോന്നി. എല്ലാം ഇവിടെ അവസാനിച്ച് എന്നേക്കുമായിട്ട് ഈ പടിയിറങ്ങാൻ ഞാൻ. അയാൾ വരുമ്പോൾ പറഞ്ഞേക്ക് ഇനി അയാളുടെ വ്യഭിചാരത്തിന് ഒരു വിലങ്ങ് തടിയായിട്ട് നന്ദിനി ഇവിടെ ഉണ്ടാവില്ലെന്ന്. അവരാ ഇരുട്ട് നിറഞ്ഞ മുറിയിലേക്ക് നോക്കി അവസാനമായി ഒരിക്കൽ കൂടി പറഞ്ഞ ശേഷം അവിടേക്ക് വെറുതെ പോലൊരു എത്തിനോട്ടം നടത്താൻ കണ്ണുകളെ അനുവദിക്കാതെ അവിടുന്ന് പിന്തിരിഞ്ഞ് നടന്നു. ആരുടെ ആ പോക്കറിഞ്ഞെന്ന പോൽ അകത്ത് മുറിയിൽ കിടന്ന് ഒരുക്കിക്കൊണ്ടിരുന്ന ആ വൃദ്ധജന്മത്തിന്റെ കണ്ണുകളിൽ അന്ന് ആദ്യമായി സ്വയനിന്ദയോടെയുള്ള നീർ പൊടിഞ്ഞു. അവസാനമായി ആ പടികളിറങ്ങുമ്പോൾ ആർക്കുള്ളിൽ നിറഞ്ഞെന്ന അത്രയും ആത്മസംതൃപ്തിയായിരുന്നു. ഇതുവരെ ഉണ്ടായിരുന്ന നഷ്ടക്കണക്കുകൾക്ക് മേലെ ഈ നിമിഷം അവരെന്ന സ്ത്രീക്ക് അത്രമേൽ പ്രിയപ്പെട്ടതായി മാറി. ആ നിർവൃതി മനസ്സിൽ നിറഞ്ഞതും ഇടറാത്ത കാലടികളോടെ അവർ ഇനിയുള്ള തന്റെ ജീവിതയാത്രയ്ക്ക് തയ്യാറെടുത്തുകൊണ്ട് ഉറച്ച മനസ്സോടെ മുന്നോട്ട് ചലിച്ചു. കയ്യിലെ ഫോട്ടോ ഫ്രെയിമിൽ കാണുന്ന ചെറുപ്പക്കാരന്റെയും അവൻ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന പെൺകുട്ടിയുടെയും മുഖത്ത് തെളിഞ്ഞു കാണുന്ന അളവറ്റ സന്തോഷത്തിൽ ഒരു മാത്രം നീലയുടെ കണ്ണുകൾ കുരുങ്ങിക്കിടന്നു. അവരുടെ ഏറ്റവും ആനന്ദപൂർണമായ മുഹൂർത്തത്തിൽ എപ്പോഴോ എടുത്ത ഫോട്ടോയായിരിക്കണം. അതുകൊണ്ടാണ് ആ കണ്ണുകൾ രണ്ടും ഒരുപോലെ പ്രകാശിക്കുന്നതെന്ന് അവൾക്ക് തോന്നി. ആദ്യമായിട്ടാണ് ഗായത്രി ഇത്ര സന്തോഷവതിയായി കാണുന്നത്. നാൽപ്പാട്ടുള്ളപ്പോഴെല്ലാം ആ കണ്ണുകളിൽ സദാ ഒരു വിഷാദം തളം കെട്ടി കിടക്കുമായിരുന്നു എന്നവൾ ഓർത്തു. എന്നാൽ ആ വിഷാദപൂർണമായ കണ്ണുകൾക്ക് പറയാൻ ഇത്രയും തിളക്കത്തിൽ ഒരു പ്രണയം നിലനിന്നിരുന്നു എന്നവൾ തിരിച്ചറിഞ്ഞത് ഇപ്പോഴാണ്. ആ കണ്ണുകളിലെ തിളക്കം അത്രയും സ്വന്തമാക്കിയവന് അടുത്തു നിൽക്കുമ്പോൾ മാത്രമാണ് അവൾക്ക് ഇത്രമേൽ പ്രകാശം എന്നവൾക്ക് തോന്നി. ആ ചിന്തയിൽ അവളുടെ അധരങ്ങൾ അവൾ പോലും അറിയാതെ അത്രമേൽ മധുരമുള്ള ഒരു മന്ദസ്മിതം പൊഴിച്ചു. എന്താണ് നങ്ങേലി ഒരു ചിരിയൊക്കെ? ഈ ഉള്ളവനെ ഓർത്തിട്ടാണോ ഈ ചുണ്ടുകൾക്ക് ഇത്ര മധുരം? തന്നെ പുറകിൽ നിന്ന് ചുറ്റി വരിഞ്ഞിരുന്നു കൊണ്ടുള്ള ഒരുവന്റെ ചോദ്യം കേൾക്കെ അവൾ അതിന് ഉത്തരം നൽകാതെ അവന്റെ നെഞ്ചിലേക്ക് ചാരിയിരുന്നു കൊണ്ട് ആ ഫോട്ടോ ഫ്രെയിമിലേക്ക് തന്നെ മിഴികൾ അഴിച്ചു വിട്ടു. അവളുടെ ആ പ്രവൃത്തി ഇഷ്ടപ്പെട്ടവൻ അവൾ ഒന്നുകൂടി പൊതിഞ്ഞു പിടിച്ച ശേഷം ഹെഡ് ഡ്രസ്സിലേക്ക് ചാരിയിരുന്നു. ഇന്ദ്രേട്ടാ, ഇവരിങ്ങനെ കാണാൻ എന്തു ഭംഗിയാലേ? അതിൽ നിന്നും കണ്ണുകൾ പറിച്ചു മാറ്റാതെ അവൾ ചോദിച്ചു. അവന്റെ കണ്ണുകൾ അതിൽ പതിഞ്ഞിരുന്നു. അവനൊന്ന് മോളുന്നതിനൊപ്പം അവളുടെ ഇടത് കവിളിലേക്ക് തന്റെ കവിൾ ചേർത്ത് വെച്ചു. രാത്രി ചേച്ചി ഇത്ര സന്തോഷത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അവൻ അതിനൊന്ന് പുഞ്ചിരിച്ചു. അതോടൊപ്പം അവനുള്ളിൽ തന്റെ കയ്യിലേക്ക് കുഞ്ഞിപ്പെണ്ണിനെ വെച്ച് തന്നുകൊണ്ട് ഇതുപോലെ ചിരി തനിക്ക് സമ്മാനിച്ചുകൊണ്ട് തിരിഞ്ഞവളുടെ മുഖം തെളിഞ്ഞു വന്നു. അന്നാണ് അവസാനമായി ആ മുഖത്തെ പുഞ്ചിരി താൻ കാണുന്നത്. അന്ന് ആ പൊടിക്കുഞ്ഞിനെ തന്റെ കയ്യിലേക്ക് വെച്ച് തന്ന് കാറിന്റെ കീ എടുക്കാൻ അപ്പാർട്ട്മെന്റിലേക്ക് നടന്നു കയറിയവളെ പിന്നീട് കണ്ട കോലമോർത്തവും അവനിൽ അസ്വസ്ഥത നിറഞ്ഞു. അന്ന് അവൾ തിരിച്ചതിനകത്തേക്ക് കയറിപ്പോയില്ലായിരുന്നുവെങ്കിൽ അവളെങ്കിലും തനിക്ക് രക്ഷിക്കാൻ കഴിയുമായിരുന്നു എന്ന തോന്നൽ അവനിൽ ഉറച്ചു തുടങ്ങിയതും അവളെ ചുറ്റി വരിഞ്ഞിരിക്കുന്ന അവന്റെ കൈകൾക്ക് മുറുക്കമേറി. പരസ്പരം അത്രത്തോളം ആഴത്തിൽ സ്നേഹിച്ചുകൊണ്ടായിരിക്കും അല്ലേ മരണത്തെ അവർ ഇരുവരും ഒരുപോലെ പങ്കിട്ടെടുത്ത്? അവളുടെ വാക്കുകൾക്ക് ദുർബലമായി മൂളാൻ മാത്രമേ അവന് കഴിഞ്ഞുള്ളൂ. നമുക്ക് ഇതുപോലെ ഒരുപാട് ഫോട്ടോ എടുക്കണം കേട്ടോ ഇന്ദ്രേട്ടാ. അവനിലെ ആ മാറ്റം തിരിച്ചറിഞ്ഞെന്ന പോൽ അവൾ അവന്റെ നെഞ്ചിൽ തലയാഴ്ച കിടന്ന് അവനെ നോക്കി ചോദിച്ചു. അവളുടെ ആ നീക്കം മനസ്സിലാക്കിക്കൊണ്ടവൻ അവളുടെ കവിളിൽ അമർത്തിമുത്തിക്കൊണ്ടാണ് അതിനുള്ള മറുപടി നൽകിയത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അവന്റെ മുഖത്ത് നിന്ന് ഓട്ടം മാറ്റാതെ അവൾ അവനോട് ചോദിച്ചു. നീ ചോദിക്കടി നങ്ങിയില്ലേ? അവൻ പറഞ്ഞുകൊണ്ട് അവളെ നടക്കി പിടിച്ചു. എന്നെ എപ്പോഴും ഇന്ദ്രേട്ടൻ പ്രണയിച്ചു തുടങ്ങിയത്? കണ്ണുകളിൽ കൗതുകം നിറച്ചുകൊണ്ടുള്ള അവളുടെ ചോദ്യം കേൾക്കെ അവൻ അത്രയും മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു. സമയവും തീയതിയും കുറിച്ച് സ്നേഹിച്ചു തുടങ്ങിയതല്ല നിന്നെയാണ്. ജീവിതത്തിൽ തനിച്ചായ സന്ദർഭങ്ങളിലെല്ലാം ഞാൻ പോലും അറിയാതെ എന്നിലേക്ക് വന്നു ചേർന്നാണ് നീയും നിന്നോടുള്ള സ്നേഹമില്ല. ആ സ്നേഹമാണ് എന്നെ നീ ഇത്രയും മനോഹരമായി നിന്നെ പ്രണയിക്കാൻ പഠിപ്പിച്ചത്. അവന്റെ പ്രണയാതുരമായ തുറന്നു പറച്ചിൽ കേട്ടതും അവളുടെ കണ്ണുകളൊന്ന് തിളങ്ങി. അതാണ് ഇന്ന് എനിക്കത് പ്രണയം എത്രമാത്രം മനോഹരമായൊരു ഭാഷയാണെന്ന് പഠിപ്പിച്ചു തന്നത്. നിന്നിലെ ഒരു നോട്ടത്തിലൂടെ സാന്നിധ്യത്തിലൂടെ എല്ലാം എന്നിലെ കാമുകനെ തളച്ചിടാൻ കഴിയുന്ന മനോഹരമായൊരു ഭാഷ. അവൻ മധുരമോർന്നൊരു ചിരിയോടെ പറയുന്നതിനൊപ്പം അവളുടെ നിറഞ്ഞ സന്തോഷത്തിലേക്ക് മിഴിനട്ടു. ദിവസങ്ങൾ ആരെയും കാത്തു നിൽക്കാതെ കടന്നുപോയി. കാലം അതിന്റെ വേഗതയിൽ മുന്നോട്ടോടുമ്പോൾ ഓർമ്മകളുടെ ചില നിമിഷങ്ങൾ മാത്രം പിന്നിൽ വീണു നിന്നു. ചിലത് ചിരിയുടെയും ചിലത് മൗനത്തിന്റെയും നിറത്തിൽ നിലകൊണ്ടു. പക്ഷെ അവയെല്ലാം തന്നെ ഹൃദയത്തിന്റെ താളുകളിൽ ഭദ്രമായ അടയാളങ്ങളായി മാറി. ഒരിക്കൽ നമ്മളോടൊപ്പം നിന്നിരുന്നവർ ഇന്ന് കാലത്തിന്റെ മറുവശത്തേക്കുള്ള ദൂരങ്ങളായി മാറിയിരിക്കുന്നു. എങ്കിലും അവരുടെ സാന്നിധ്യം പൂർണ്ണമായി അപ്രത്യക്ഷമായിട്ടില്ല. ഓർമ്മകളുടെ മൃദുവായ കാൽമുദ്രകൾ പതിപ്പിച്ച് അവർ ഇന്നും നമ്മുടെ ഹൃദയ വഴികളിലൂടെ നടക്കുന്നു. ചില ഓർമ്മകൾക്ക് വേദനയില്ല, പകരം ശാന്തമായൊരു ചൂട് മാത്രമേയുള്ളൂ. പഴയ ദിനങ്ങളുടെ ശ്വാസം പോലെ, മനസ്സിന്റെ അടിത്തട്ടിൽ നിസ്സാരമായി തീരാത്തൊരു സ്പർശം പോലെ. സമയം മുന്നോട്ട് നീങ്ങുന്നു, പക്ഷെ ചില ബന്ധങ്ങൾക്ക് അത് ബാധകമല്ല. അവ സമയത്തെ മറികടന്ന് ഹൃദയത്തിന്റെ ആഴങ്ങളിൽ സ്ഥിരവാസം ചെയ്യും. മഴ തീർന്നിട്ടും മണ്ണിൽ നിറഞ്ഞിരിക്കുന്ന ആ പുതുമണം പോലെ, ഒരിക്കലും മായാത്തൊരു സ്മരണം പോലെ.
അന്നൊരു ഞായറാഴ്ച ദിവസമാണ്. പതിവ് പോലെ രാവിലത്തെ പ്രാതൽ കഴിഞ്ഞുള്ള പണിത്തിരക്കിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് നീല്. പുറത്ത് നല്ല മഴ പെയ്യുന്നതിനാൽ തന്നെ ആകമൊത്ത് ഇരുട്ടുമൂടിയ കാലാവസ്ഥയാണ്. രാവിലത്തെ കാപ്പി കുടിയും കഴിഞ്ഞ് പുറത്തേക്കൊന്നും പറഞ്ഞിറങ്ങിയതാണ് ഇന്ദ്രൻ. കുക്കറിൽ പാതി വന്നിരിക്കുന്ന പരിപ്പ് ഒരു പാത്രത്തിലേക്ക് മാറ്റിക്കൊണ്ട് അവളുടെ കണ്ണുകൾ അടുക്കളപ്പുറത്തൂടെ പുറംകാഴ്ചയിലേക്കൊന്ന് പാളി വീണു. പുറത്ത് വർഷം നല്ല ഭേഷായി തന്നെ കനക്കുന്നുണ്ട്. ഇവിടെ വന്നതിൽ പിന്നെ ഇതാദ്യമായിട്ടാണ് ഈ നിർത്താതെയുള്ള മഴ പെയ്യൽ. അവളുടെ കണ്ണുകൾ പുറത്തെ മഴക്കാഴ്ചകൾ ആസ്വദിക്കുന്നതിനൊപ്പം അധരങ്ങൾ സമാധാനത്തിൽ കുതിർന്ന ഒരു പുഞ്ചിരി പൊഴിച്ചു. അമ്മാടി. പുറകിൽ നിന്നുള്ള മയിലമ്മയുടെ വിളി കേട്ടതും അവൾ പുറം കാഴ്ചകളിൽ നിന്ന് കണ്ണുകൾ മാറ്റി അവരെ ഒന്ന് തിരിഞ്ഞു നോക്കി. എനിക്കിന്ന് കുറച്ച് നേരത്തെ വീട്ടിലേക്ക് പോകണമായിരുന്നു. 2 ദിവസമായിട്ട് കാലിന്റെ മുട്ടിന് നല്ല വേദന. അപ്പൊ വൈദ്യരെ ഒന്ന് കാണിക്കാനാ. ആർ പറഞ്ഞുകൊണ്ട് താഴേക്ക് നീട്ടി വെച്ചിരിക്കുന്ന തന്റെ കാലൊന്ന് ഒഴിഞ്ഞു. ഞാനത് അങ്ങോട്ട് പറയാനിരിക്കായിരുന്നു. ഇതിപ്പോ കുറച്ചായില്ലേ തുടങ്ങിയിട്ട്. ഇനിയും കാണിക്കാണ്ട് വെച്ചോണ്ടിരുന്നാൽ ശരിയാവില്ല. ആൾ പറഞ്ഞുകൊണ്ട് കുക്കർ കഴുകി വെക്കുന്നതിൽ ശ്രദ്ധരിച്ചു. ഇന്ദ്രൻ കുഞ്ഞ് എവിടെ പോയതാണെന്ന് പറഞ്ഞില്ലേ കുഞ്ഞിനോട്? ഉച്ചയാകുമ്പോഴേക്കും വൈകിയായിരിക്കും അല്ലേ കുഞ്ഞെ? അവരവളോട് ചോദിക്കലും പുറത്ത് കോളിംഗ് ബെല്ല് മുഴങ്ങി ഒരുപോലെയാണ്. ഇന്ദ്രേട്ടൻ വന്നു തോന്നുന്നു. അവൾ നനഞ്ഞ കൈ ഉടുത്തിരുന്ന സാരി തുമ്പിൽ തുടച്ചുകൊണ്ട് പുറത്തെ വാതിൽ നേർക്ക് നടന്നു നീങ്ങി. നേ വരണു. പുറത്ത് നിർത്താടിക്കുന്ന കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ടതും അവൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് അല്പം ധൃതിയിൽ തന്നെ വാതിലിനരികിലേക്ക് നടന്നു നീങ്ങി. എന്തിനാ ഇന്ദ്രേട്ടൻ ഇതിങ്ങനെ നിർത്താതെ? ആളവനെ ശകാരിച്ച് പറഞ്ഞുകൊണ്ട് വാതിൽ തുറന്നു. മുന്നിൽ നിൽക്കുന്നവരെ കാണെ ഒരു മാത്രം അവളുടെ കണ്ണുകൾ മിഴിഞ്ഞുപോയി. ഇന്ദിരേട്ടനല്ല. തങ്ങളെ കാണെ മിഴിച്ചു നിൽക്കുന്നവളെ നോക്കി താടി ഒഴിഞ്ഞുകൊണ്ട് മേഘൻ പറഞ്ഞു. അവളുടെ കണ്ണുകൾ അവനടുത്ത് നിൽക്കുന്ന രണ്ടുപേരെയും മാറി മാറി നോക്കി. എന്താടിയാണ് നീ ഇങ്ങനെ കണ്ണും തള്ളി നിൽക്കുന്നത്? ഇങ്ങനെ മിഴിച്ചു നോക്കിക്കാൻ മാത്രം നീ ഞങ്ങളൊക്കെ ആദ്യമായിട്ടാണോ കാണുന്നത്? മേഘൻ അവളൊരു സൈഡിലേക്ക് തള്ളി മാറ്റിക്കൊണ്ട് അകത്തേക്ക് കയറി. അതെ, ഇതൊന്ന് പിടിക്കോ, എന്നിട്ടാവും ഇനി ബാക്കി കണ്ണുകളിൽ. രുദ്രൻ തന്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന കവറുകൾ അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. അതുവരെ അവരെ എല്ലാവരെയും കണ്ണു തള്ളി നോക്കിയിരുന്നവൾ ഒരു പതട്ടത്തോടെ അത് കൈനീട്ടി വാങ്ങി. താങ്ക്സ്. അവനൊരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് അഴിഞ്ഞു തുടങ്ങിയ തന്നെ മുണ്ടൊന്ന് മുറുക്കി ചുറ്റി. ഇതെന്തൊരു വാക്ക് പോലും പറയാതെ വന്നേ? അവൾ തനിക്കരികിൽ നിൽക്കുന്ന ഭുവിയെ നോക്കി അതിശയം നിറഞ്ഞൊരു ചിരിയോടെ അവൾ ചോദിച്ചു. അതെന്താണ് കാണി? വിളിച്ചു പറഞ്ഞു വന്നാലേ നിന്റെ കെട്ടിയോൻ സിമത്തെ കാണാനൊക്കുന്നുണ്ടോ? മേഘൻ അവളോടായി ചോദിച്ചുകൊണ്ട് ആളിലിട്ടിരിക്കുന്ന സോഫ സെറ്റിലേക്ക് ഇരുന്നു. അങ്ങനെയല്ല. അവന്റെ ആ സംസാരം കേട്ട് മിഴിഞ്ഞുപോയ കണ്ണുകളോട് അവൾ പെട്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിലും എനിക്കതിന് സൗകര്യമില്ല. അവനൊന്ന് ചുണ്ടുകൂട്ടി പറഞ്ഞുകൊണ്ട് അവിടെ ആകമാനം കണ്ണോടിച്ചു. വെറുതെ ഇരിക്കും മനുഷ്യ, വന്ന് കയറിയില്ല. അതിനു മുന്നേ തുടങ്ങി ചൊറിച്ചില്. അവനെ ആ കൂസലില്ലാത്ത സംസാരം കേട്ടതും ഭുവി അവനെ നോക്കി കണ്ണുരുട്ടി. ഓ, അവനതിനൊന്ന് ചുണ്ടുകൂട്ടി. ഇങ്ങനെ കണ്ണും വീഴ്ച നിൽക്കാതെ പോയി ഞങ്ങൾ കുടിക്കാനെന്തെങ്കിലും എടുത്തിട്ട് പാടി ആണിപ്പെണ്ണേ. നല്ലതാ, വാ ഞാനും വരാം. ഇപ്പോഴും തങ്ങളെ വീഴ്ച നോക്കിക്കൊണ്ട് നിൽക്കുന്നവളെ തള്ളിക്കൊണ്ട് പറഞ്ഞു. നീലിയൊരു ചിരിയോടെ അടുക്കളയിലേക്ക് നടന്നു. അതെ, ഞാനിപ്പോഴൊരു കാര്യം പറഞ്ഞേക്കാം. വെറുതെ ആ ചെലവനാക്കെടുത്ത് വളച്ച് അങ്ങനെ മാതാ നിൽക്കണ്ട. അങ്ങോരി ഇവിടെ ഇറക്കി വിട്ടാൽ പോകാൻ വേറെ ബംഗ്ലാവെന്ന് ഏട്ട നമ്പർ ഇവിടെ പണിതിട്ടില്ല എന്ന് ഓർമ്മ വേണം. അവൻ മേഘന നോക്കി പുച്ഛം വാരി ഉതിരി പറഞ്ഞു. അവനതൊന്ന് എന്നോടല്ല പറയുന്ന ഭാവേന അവിടെ ആ കണ്ണു വായിച്ചു. എന്തായാലും നിങ്ങളുടെ ദേവേന്ദ്രന്റെ താളം കൊള്ളാം. കയ്യിലെ 10 പുത്ത മുടക്കി ഇതുപോലെ ഒന്ന് വാങ്ങിയിട്ടുണ്ട് മനുഷ്യ നിങ്ങൾക്ക്. അങ്ങനെയാണെങ്കിൽ ഇതേ ഇടയ്ക്ക് ഇതുപോലൊക്കെ വന്ന് ഇന്ന് ഉഷാറാക്കായിരുന്നല്ലോ. രുദ്രൻ മേഘനോടായി പറഞ്ഞുകൊണ്ട് സോഫ സെറ്റിലേക്ക് നീണ്ടു നിവർന്നിരുന്നു. ഓ, ഏട്ടന് ഇപ്പോഴുള്ള ഉഷാറൊക്കെ തന്നെ ധാരാളം. ഇനി അനിയൻകുട്ടനത് പോരാന്നാണെങ്കിൽ നീ ജോലി എടുത്തുണ്ടാക്കിയ പൈസക്ക് ഇതുപോലെ ഒന്ന് വാങ്ങിട്ടോടാ വാഴമ്പിണ്ടി. അവൻ താല്പര്യമില്ലാതെ പറഞ്ഞുകൊണ്ട് തന്റെ കണ്ണുകൾ അടച്ചു. അല്ലെങ്കിലും ഇങ്ങോട്ട് പറയുമ്പോ എന്നെ പറഞ്ഞാൽ മതിയല്ലോ. അവൻ മേഘന നോക്കി പറഞ്ഞുകൊണ്ട് അവനിൽ നിന്ന് മുഖം വെട്ടിച്ചു മാറ്റി. എന്നാൽ ഇന്നലെ രാത്രി അത്രയും സംസാരിച്ചിട്ട് പോലും വരുന്ന കാര്യമൊന്നും പറയാൻ തോന്നിയില്ലല്ലോ ചേച്ചിക്ക്. അടുക്കളയിലേക്ക് കടന്നു നീലി അവളോട് തന്റെ പരിഭവം പ്രകടിപ്പിച്ചു. എല്ലാം പെട്ടെന്നായിരുന്നു എന്റെ കൊച്ചെ. ഇന്നലെ രാത്രി എന്റെ ഭർത്താവ് എന്തോ ബാധകേറി നേരത്ത് ഒരു തീരുമാനമെടുത്തതിന്റെ പല ഇന്നത്തെ ഈ വരവ്. അവളൊരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് നേരെ നോക്കിയത് ഒരു സംശയത്തോടെ തന്നെയും നോക്കി നിൽക്കുന്ന മയിലമ്മയുടെ മുഖത്തേക്കാണ്. ഇങ്ങനെ സംശയിച്ച് നോക്കേണ്ട അമ്മേ, ആളത് തന്നെയാ. അവരുടെ ആ കണ്ണി വിളിച്ചുള്ള നോട്ടം കാണെ ഭുവിയെ തന്നോട് ചേർത്തെത്തിക്കൊണ്ട് നീലി ഒരു ചിരിയോടെ പറഞ്ഞു. അവരുടെ ആ സന്തോഷത്തോടെയുള്ള സംസാരം കേട്ടപ്പോൾ തന്നെ വന്ന ആൾ ആരാണെന്ന് മയിലമ്മ മനസ്സിലാക്കിയിരുന്നു. അവർ തന്നെ നോക്കി ഒരു ചിരിയോടെ നിൽക്കുന്ന ഭുവിയെ നോക്കി മനോഹരമായൊന്ന് പുഞ്ചിരിച്ചു. തിരികെ ഒരു പുഞ്ചിരി അവൾ അവർക്ക് കൈമാറി. സുഖല്ലേ അമ്മയ്ക്ക്? ഇവള് വിളിക്കുമ്പോൾ പറയാറുണ്ട് അമ്മയുടെ വിശേഷങ്ങളൊക്കെ. നീലിയൊന്ന് തന്നോട് ചേർത്തെത്തിക്കൊണ്ടുള്ള ഭുവിയുടെ ചിരിയോടെയുള്ള കുശലാന്വേഷണം കേട്ടതും അതിന് ഉത്തരം പറയാൻ അവരിൽ തിടുക്കമായി. ഞാൻ നല്ലതാ ഇരിക്കമ്മ, നീ നല്ല ഇരിക്കിയാ. അവരുടെ സന്തോഷത്തോടെയുള്ള സംസാരം കേട്ടതും അവളുടെ ചൊടിയിൽ വിരിഞ്ഞ പുഞ്ചിരിക്ക് മാറ്റേറി. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അവളൊന്ന് കണ്ണിച്ചിമ്മി ചിരിച്ചു. എന്റെ കുഞ്ഞെവിടെ ആണിപ്പെണ്ണേ? അവൾ തങ്ങൾക്കുള്ള വെള്ളം കലക്കുന്നവൾ നോക്കി കുറുമ്പോട് ചോദിച്ചു. മോളി ഇന്ദ്രേട്ടൻ്റെ ഒപ്പം പുറത്തു പോയിരിക്കുക ചേച്ചി. ചെറിയച്ഛനും മോളും കൂടി രാവിലെ ഇറങ്ങിയത് അവിടുന്ന്. അവൾ ഭൂവിയെ നോക്കി ഒരു പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് തന്നെ ജോലി തുടർന്നു. അത് ശരി. അവൾ പറഞ്ഞുകൊണ്ട് അടുക്കള സ്ലാബിലേക്ക് കയറിയിരുന്നു.
ഒന്നും പറയണ്ട. അവിടുന്ന് വന്നതിൽ പിന്നെ ഇതുവരെ ഇല്ലാത്ത പോലത്തെ പുതിയ വാശികളൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട് ചേച്ചിയുടെ അനന്തരവള്. ഇന്ദ്രേട്ട എവിടേക്കെങ്കിലും പോകാൻ ഡ്രസ്സ് മാറി ഇറങ്ങിയ അപ്പം അവൾക്ക് ഇന്ദ്രേട്ടനൊപ്പം പോകണം. അതിനെങ്ങാനും സമ്മതിച്ചില്ലെങ്കിൽ ഈ വീട് തല കുത്തനെ വയ്ക്കും പെണ്ണ്. ആളൊരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം അവൾക്ക് നേരെ നീട്ടി. ഞാൻ പോയി ആ ചിന്നന്റെ അടുത്ത് ഉച്ചയ്ക്ക് കറിക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാൻ പറഞ്ഞിട്ട് വരാൻ കുഞ്ഞേ. മയിലമ്മ നീലിയോടായി പറഞ്ഞുകൊണ്ട് അടുക്കള തിണ്ണയിൽ ചാരി വെച്ചിരുന്ന കുടയും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. വാ നമുക്ക് ഹാളിലേക്ക് പോവാം. നീലി പറഞ്ഞുകൊണ്ട് കലക്കി വെച്ച വെള്ളം 2 ഗ്ലാസ്സിലേക്കായി പകർത്തിയെടുത്ത ശേഷം അതുമായി തിരികെ ഹാളിലേക്ക് നടന്നു. എടാ നിന്റെ ഒറ്റൊരാളുടെ പിടിപ്പ് വീടുകൊണ്ട് എനിക്ക് എത്ര രൂപയാണ് നഷ്ടമായെന്നറിയോ? വീട്ടുമുറ്റത്തേക്ക് കാർ നിർത്തിയതും അതിൽ നിന്നിറങ്ങി ഇന്ദ്രൻ തനിക്ക് മുമ്പിൽ ശിരസ്സുനിച്ച് നിൽക്കുന്ന ചിന്നയെ നോക്കി ശബ്ദമുയർത്തി പറഞ്ഞു. ആ മേലെ കണ്ടത്തിൽ വെള്ളരി വിളവെടുക്കാൻ ആളെ നോക്കാൻ പറഞ്ഞിട്ട് എത്ര നാളാണ് പോത്തെ? അവൻ ചിന്നിന് നേരെ അലറി. അവന്റെ അലർച്ച കേട്ടത് അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടെന്ന് കുഞ്ഞിപ്പെണ്ണെന്ന് ചിണുങ്ങാൻ തയ്യാറെടുത്ത പോലെ വിളിച്ചു. അത് കേട്ടതും ഇന്ദ്രൻ തന്റെ ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ട് കുഞ്ഞിനെ നോക്കി ചിരിച്ചു. എന്താ എങ്ങനെയാന്ന് എനിക്കറിയണ്ട. ഇന്ന് തന്നെ അതെല്ലാം വലിച്ചു പറിച്ചെടുത്ത് കണ്ടം പൂട്ടിക്കോണം. ഇല്ലാച്ചാ പൊന്നു മോനെ നിനക്ക് എന്റെ കൈയുടെ ചൂടറിയാൻ നേരം കാണൂ. ഇന്ദ്ര അവനെ നോക്കി പല്ലിയടിച്ച് പറഞ്ഞുകൊണ്ട് വാതിൽ നേർക്ക് നടന്നു. അവിടെ അങ്ങനെ വീട്ടിക്കൊണ്ട പന്നി കണക്ക് നിൽക്കാതെ ആ ചാക്കിലിരിക്കുന്ന കൊള്ളിയെടുത്ത് അകത്തേക്ക് നോക്കടാ. അവൻ തിരിഞ്ഞു നോക്കാതെ പറഞ്ഞുകൊണ്ട് കോളിംഗ് ബെല്ലിൽ വിരലമർത്തിയതും വാതിൽ അവന് മുമ്പിൽ മലക്കെ തുറന്നിരുന്നു. വലിഞ്ഞു മുറിയ മുഖത്തോടെ വാതിലേക്ക് നോക്കിയവന്റെ മുഖഭാവം അടുത്ത നിമിഷം അത്ഭുതത്തിലേക്ക് വഴിമാറിയിരുന്നു. എന്താണ് ഇന്ദിരേട്ട എന്നെ ഇങ്ങനെ നോക്കുന്നത്? നാടഭിനയിച്ചുകൊണ്ടുള്ള ആ പറച്ചിലിനൊപ്പം മേഘന അവന്റെ കവിളിലൊന്ന് കുത്തിയതും അതുവരെ ഉണ്ടായിരുന്ന അത്ഭുതമെല്ലാം മാറി നിമിഷ നേരം കൊണ്ട് അവന്റെ കണ്ണുകൾ മേഘന നേർക്ക് കൂർത്തു. ഇതപ്പൊ കെട്ടിയെടുത്തു. ഇന്ദ്രനിൽ പുച്ഛം നിറഞ്ഞിരുന്നു. എന്തായാലും സിംഹരാജൻ നാട് സന്ദർശിക്കാൻ ഇറങ്ങിയതിന് ശേഷം മേഘൻ ഇന്ദ്രൻ നോക്കി പറഞ്ഞുകൊണ്ട് അവന്റെ കയ്യിലിരുന്ന് തന്നെ നോക്കിയിരിക്കുന്ന കുഞ്ഞിപ്പെണ്ണി നേർ കൈ കാണിച്ചു. അവളിലേക്ക് ചായുന്നതിനൊപ്പം കുഞ്ഞിപ്പെണ്ണിന്റെ ശബ്ദം അവിടെ മാകെ അലയടിച്ചു. മാമന്റെ കുണുങ്ങിപ്പാറങ്ങി വന്നേ, മാമൻ ചോദിക്കട്ടേന്നേ. ആൻ കുഞ്ഞിനെ തന്നിലേക്ക് ചേർത്തടക്കി പിടിച്ചുകൊണ്ട് നിറഞ്ഞ ചിരിയോടെ പറഞ്ഞു. ആ കുഞ്ഞി കൈകൾ അപ്പോഴേക്ക് അവന്റെ താടിയിൽ പിടിച്ചുള്ള കലാപരിപാടികൾക്ക് തുടക്കം കുറിച്ചിരുന്നു. തുടരും ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം.